ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനിവിടെ ഒരുവിധ സുഖമായിരിക്കുന്നു. ഇന്നത്തെ ജോലി ഇവിടെ ഞാൻ ആരംഭിക്കുന്നു. രാവിലെ ഞാൻ ചക്ക വെട്ടിപ്പറക്കുകയാണ്. നമ്മുടെ പറമ്പിലെ ഒരു ചക്ക പറിച്ചു, അതൊന്ന് വെട്ടിപ്പറക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചെത്തിയിടുകയാണ് ചെയ്യുന്നത്. അത് തുണ്ടിച്ച് കഷ്ണങ്ങളാക്കി അങ്ങനെ എടുക്കുന്നതും എളുപ്പമായിരുന്നു. ഞാൻ പക്ഷേ ഇത് ചെത്തി വെട്ടിയിടുകയാണ് ചെയ്തത്. എനിക്ക് രണ്ടും എളുപ്പമാണ്. ചെത്തിയും വെട്ടിയിടും, ഞാൻ തുണ്ടിച്ചും എടുക്കും. അപ്പോഴേ അത് ഞാൻ അങ്ങോട്ട് ചെത്തി വെട്ടിയിട്ട് കൊടുത്തിട്ട് അമ്മ പറക്കി തന്നു. അപ്പോഴത്തേന് ഞാൻ തേച്ച് മടക്കി വെച്ചു. വന്നപ്പോഴത്തേക്കിന് അമ്മ പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ചെറുതായി അരിഞ്ഞ് ഒരു കലത്തിലേക്ക് വാരിയെടുത്തു. ഇതിന് അരയ്ക്കാനായിട്ട് ഞാൻ ഒരു അരപ്പ് തയ്യാറാക്കി. ഞാൻ ഇവിടെ ചക്കയ്ക്ക് അരയ്ക്കാറുള്ളത് പച്ചമുളക്, ജീരകം, ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, തേങ്ങ, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്താണ് അരയ്ക്കുന്നത്. സാധാരണ അമ്മ ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി കൂടെ വയ്ക്കുക പതിവുണ്ട്. പക്ഷേ ഞാനത് ചേർക്കുന്നില്ല. അപ്പോഴേ അതിനാവശ്യമായ വെള്ളവും അരപ്പും കൂടെ ചക്ക വാരിയതിൻ്റെ അകത്തോട്ട് ഒന്നിച്ച് ആണ് ഞാൻ അടുപ്പയിലോട്ട് വയ്ക്കുന്നത്. ചിലരൊക്കെ ആണെങ്കിൽ ചക്ക വേവിക്കുന്നത് പിന്നെ അരിഞ്ഞെടുത്ത ശേഷം ഉപ്പും മഞ്ഞളും വെള്ളവും കൂടെ ഒഴിച്ച് അടുപ്പയിൽ വയ്ക്കുകയാണ് പതിവ്. പക്ഷേ ഞാൻ നേരെ തിരിച്ചാണ് വയ്ക്കുന്നത്. പിന്നെ അതിന് കറി വയ്ക്കാനായിട്ട് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. ചിക്കൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതിൻ്റെ ബാക്കി കുറച്ച് ചിക്കൻ, എല്ലും ഇറച്ചിയും കൂടെ എല്ലാം കൂടെ ഉള്ള ഒരു പീസുകളാണ് ഇരുന്നത്. ഞാൻ ഇറച്ചി തന്നെ വേറെയാണ് വേവിക്കുന്നത്. മിക്കവാറും എല്ല് തിരിഞ്ഞ് മാറ്റി വയ്ക്കുക പതിവാണ്. അതുകൊണ്ട് ലാസ്റ്റ് വന്നപ്പോൾ എല്ലാം ഇരുന്നത്. സാരമില്ല, ചക്കയ്ക്ക് ഞാൻ അതൊരു കറി തയ്യാറാക്കാമെന്നും വെച്ച് ഞാൻ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തേക്കുന്നത്. ഒത്തിരി സവാളയും ഉള്ളിയും ഒന്നും ഞാൻ ഇടാറില്ല. ഒരു സവാളയും പിന്നെ ഒരു പഴുത്ത തക്കാളി, കുറച്ച് തേങ്ങ. ആ തേങ്ങ വറുത്തരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. എങ്കിലും ഞാൻ തേങ്ങ കൊത്തിട്ട് വറുത്തെടുക്കും. പിന്നെ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്യാദി കാര്യങ്ങളെല്ലാം ചേർത്ത് ഞാൻ അരിഞ്ഞു വെച്ചു. പിന്നെ കഞ്ഞിക്ക് വെള്ളം വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേ കഞ്ഞിക്ക് വെള്ളമൊക്കെ വെച്ച് ഇത് വെന്ത് വെച്ചിട്ട് വേണം എനിക്ക് ഒരിടം വരെ പോകാൻ. അപ്പോഴേ ഇതിൻ്റെ കൂടെ ഞാൻ അമ്മ ചിക്കനും മറ്റും കൂട്ടത്തില്ല. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് മീൻ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു, ചെറിയ മീൻ. അമ്മയ്ക്ക് ചെറിയ മീനുകളാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് മിക്കവാറും മത്തി, ഇതിനെ പറയും കരിഞ്ചാള എന്ന് പറയും, കരിഞ്ചാള. അത് ഞാൻ തോരൻ വയ്ക്കാനായിട്ട് അങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇടുകയാണ്. ഫ്രിഡ്ജിലിരിക്കുകയില്ലായിരുന്നു. അതിൻ്റെ ചെതുമ്പലിളകണമെങ്കിൽ വെള്ളത്തിൽ കിടന്ന് കുതിർന്നേലേ പറ്റത്തുള്ളൂ. വെള്ളത്തിൽ ഇട്ട് കുറച്ച് നേരം വയ്ക്കാം. പിന്നെ ഞാൻ നമ്മുടെ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ചൂടായിട്ടുണ്ട്. അതിലേക്ക് അരിയിട്ട് കൊടുത്തു. പിന്നെ കറി വയ്ക്കാനായിട്ട് ഞാനെടുത്തത് തക്കാളി, മുരിങ്ങയ്ക്ക, പച്ചത്തക്കാളിയും പഴുത്ത തക്കാളിയും ഇട്ടു. അതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ഇട്ട് പിന്നെ വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും കൂടി ഇട്ട് വേവിക്കാനായിട്ട് ഞാൻ വെച്ചു. അപ്പോഴേ ഇതെല്ലാം വെന്ത് വെച്ച് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കോട്ടയം വരെ പോകാൻ. അപ്പോഴേ അങ്ങനെ മീനെല്ലാം കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു. മീൻ കുതിർന്നതെല്ലാം വെട്ടി എടുത്ത് ചെറുതായിട്ട് നുറുക്കി മീൻ തോരനാവശ്യമായ സാധനങ്ങളെല്ലാം ഇട്ട് ഞാൻ തോരൻ തയ്യാറാക്കി. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് പച്ച തക്കാളി ഉണ്ടായിരുന്നു. പച്ച തക്കാളിയാണ് അരിഞ്ഞിട്ടത് തോരന്.
അങ്ങനെ തോരനൊക്കെ അടുപ്പിൽ വെച്ച് അതെന്താ വെന്ത് വെച്ച ശേഷം പിന്നെ നമ്മുടെ കറിക്കുള്ളതൊക്കെ കടുവറുത്ത് കറിയും തയ്യാറാക്കി വെച്ചു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കോട്ടയത്തിന് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ നേരത്തെ ഇവിടെ പണി ചെയ്തിരുന്ന ആൾ അങ്ങേരാണെങ്കിൽ തീർത്തും വയ്യാതെ ആയിപ്പോയി. അപ്പോൾ പിന്നെ ആകെപ്പാടെ ആൾ പോലും അറിയാൻ വയ്യാത്തൊരു സ്ഥിതിയിൽ കിടക്കുകയാണ്. അപ്പം ഇവിടെ ഇല്ലായിരുന്നു അയാൾ നേരത്തെ. അങ്ങേരെ പിന്നെ അയാളുടെ അനിയത്തിയുടെ വീട്ടിലെ അയാളെ നോക്കാൻ കൊണ്ടുപോയതായിരുന്നു. പിന്നെ അയാളുടെ ഭാര്യയൊക്കെ പണിക്കൊക്കെ നടക്കുന്നതായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി ഇപ്പോൾ എന്തെങ്കിലും കുറച്ച് ചില്ലറ പൈസ കൊടുക്കണം, ചില്ലറയല്ല ഇച്ചിരി പൈസ കൊടുക്കണം എന്ന് വിചാരിച്ച് പിന്നെ പോയി പൈസയും കൊടുത്തു. പിന്നെ ഞങ്ങൾ കോട്ടയത്തിന് നേരിട്ട് പോയി. കോട്ടയത്ത് അതായത് എൻ്റെ ആങ്ങളയുടെ വീട്ടിലാണ് പോയത്. അവിടുത്തെ കുറേ കൊടിത്തൈകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മഴ പെയ്യുന്ന സമയമല്ലേ, മഴ പെയ്യുന്ന സമയമല്ല ഇപ്പോഴേ, മഴ പെയ്യുന്ന ഇനി അടുത്ത് മഴ പെയ്യുമല്ലോ. അപ്പോഴത്തേക്കിന് നമുക്ക് ആ കൊടിത്തൈ നടണം. അതിന് വേണ്ടി പിന്നെ കൊടിത്തൈ കൂടെ എടുക്കാനായിട്ടാണ് ഞങ്ങൾ പോയപ്പോഴേ അവിടെയുള്ള ഈ മുയലും കുഞ്ഞിനെയും ഒക്കെ കണ്ടും കേട്ടും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ കളികളും കാര്യങ്ങളും വികൃതികളും ഒക്കെ കണ്ട് ഞാൻ കുറച്ച് നേരം നിന്ന് വീഡിയോ എടുത്തു. പക്ഷേ അതുങ്ങളെ തുറന്നു വിട്ടാൽ അതുങ്ങൾ ഓടിപ്പോകും. അതുകൊണ്ട് എനിക്ക് തുറക്കാൻ പേടിയായിരുന്നു. പക്ഷെ എനിക്കിഷ്ടമാണ് മുയലിനെയും കോഴിയെയും പട്ടിയെയും പൂച്ചയെയും പശുക്കളെയും ആടുകളെയും എല്ലാം ഇഷ്ടമാണ്. ഇതുങ്ങളെ കണ്ടു കേട്ടും മനുഷ്യരെക്കാളും കൂടുതൽ സംസാരിക്കുന്നത് ഇതുങ്ങളോടൊക്കെയാണ്, കിളികളെ. അങ്ങനെ ആണ് എൻ്റെ സ്വഭാവം. അപ്പം ഇവിടെ തന്നെയാണെങ്കിലും കിളികൾ ഈ ചുറ്റുപാടും ഇഷ്ടംപോലെ കിളികളാണ് ഇപ്പം വരാറുള്ളത്. അതുങ്ങൾക്ക് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കും. അപ്പോഴേ ഈ ചുറ്റുപാടിൽ നിന്ന് കിളികളെ അണ്ണാനെ അങ്ങനെയുള്ള ജീവികളൊന്നും മാറാതെ നിൽക്കും. അതിൻ്റെ ഒരു സ്വഭാവമായിപ്പോയി. അപ്പോഴേ എനിക്കിഷ്ടമാണ് കിളികളെ. പിന്നെ വീണ്ടും ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുരുമുളക് കൊടി കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോന്നപ്പോഴത്തേനും സമയം 7, 7:30, 8 മണിയോളം ആയായിരുന്നു. പിന്നെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവിടെയും ഞങ്ങൾക്കൊരു പണി കിട്ടി. വന്ന് കയറി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചൊരു കുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ്, സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ കുറച്ച് വിരുന്നുകാർ കയറി വന്നു. വിരുന്നുകാരെന്ന് പറഞ്ഞാൽ 3-4 പേര് കയറി വന്നു. അപ്പോൾ ഇരുട്ടത്ത് വന്ന് നിങ്ങളെന്തോ കൊടുക്കാനാ? പിന്നെ പെട്ടെന്ന് ഫ്രിഡ്ജിൽ ചോറിരിപ്പുണ്ടായിരുന്നു. ചോറ് പിന്നെ ചൂടാക്കി. നേരത്തെ ഞങ്ങൾ ഇവിടെ വെച്ചിരുന്ന ചോറ് കഴിച്ചു. അതിൻ്റെ മുമ്പേ ഇരിക്കുന്ന ചോറാണ് ഫ്രിഡ്ജിലിരുന്നത്. പിന്നെ പെട്ടെന്ന് ചൂടാക്കി കറികളൊക്കെ ഉണ്ടായിരുന്നു, അതും കൂടെ കൂട്ടി അവർക്ക് ആഹാരമൊക്കെ കൊടുത്തു. അപ്പോഴേ അവരെയും അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പോഴേ ഇന്നത്തെ ഈ വീഡിയോയും ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങളൊക്കെ. എൻ്റെ വിശേഷങ്ങൾ, ഒരു ദിവസത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോഴേ ഈ വീഡിയോ കണ്ട് കൂട്ടുകാർക്ക് ബോറടിക്കുന്നില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുകയും ലൈക്ക് ചെയ്തേക്കുകയും ചെയ്യുമല്ലോ. മറക്കല്ലേ കൂട്ടുകാരെ. ഞാൻ പിന്നെ ആ കോട്ടയത്ത് പോയപ്പോഴേ ആ വീട്ടിലെ കാര്യങ്ങളും ചുറ്റുപാടും ഒക്കെ കണ്ട് എനിക്ക് ഇഷ്ടം തോന്നി ഞാൻ വീഡിയോ എടുത്തതാണ്. കൂട്ടുകാർക്ക് ബോറടിക്കില്ലല്ലോ ഇത് കണ്ടാൽ. അപ്പോഴേ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും എനിക്ക് കഴിയുന്നത് പോലൊക്കെ ഞാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പോഴേ പിന്നെ വിരുന്നുകാർ വന്നപ്പോൾ അവർക്ക് പെട്ടെന്ന് ചൂടുവെള്ളം വെച്ചതില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ ചൂടുവെള്ളം വെച്ചു, ചോറ് ചൂടാക്കുന്നു. പിന്നെ കറികളൊക്കെ നമുക്കുണ്ട്, അതെല്ലാം കൂടെ കൂട്ടി ഞാൻ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചോറ് കൊടുത്തു. അപ്പോൾ അവർ ഇവിടെ ഞങ്ങൾക്ക് കൊണ്ടുവന്നത് കുറച്ച് മുട്ടായി കൊണ്ടുവന്നു, പിന്നെ സ്പ്രേയ്, പിന്നെ എനിക്ക് ക്ലിപ്പുകൾ, ഹെയർ ഒക്കെ
തലമുടിയിലിടുന്ന പിന്നുകൾ, എന്താ പറയുന്നത്, ക്ലിപ്പുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സോപ്പിൻ്റെ ലിക്വിഡാണ്, നമുക്ക് ഇത് ഇട്ട് കുളിക്കാവുന്നത്. അപ്പം അത് പിന്നെ മോന് എറണാകുളത്ത് പോയപ്പോഴേ അവനെ അത് കൊണ്ടുപോകാനായിട്ട് എടുത്ത് വെച്ചു. പിന്നെ സ്പ്രേ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ചെറിയ ചെറിയ സ്പ്രേകളുണ്ടായിരുന്നു, അത് മോന് കൊണ്ടുപോകാനായിട്ട് എടുത്ത് വെച്ചു. പിന്നെ അത്രയൊക്കെയുള്ളൂ വിശേഷങ്ങൾ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ഞാൻ നിർത്തട്ടെ. നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലായിരിക്കുമല്ലോ. ബോറടിക്കുവാനും ഇല്ലെങ്കിലും എനിക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിതിട്ടു, കുറേ കൂട്ടുകാർ കാണും.